അസ്സാം വലൈക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. ജാഫർ കക്കൂത്ത് സാറുമായിട്ട് കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹമായിട്ടാണ് സംവദിച്ചത്. നമ്മൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. സർ, നമുക്ക് തുടരാം. ഓക്കെ. ഒരു പുതുമ എന്ന നിലയിൽ ഇപ്രാവശ്യം ഹജ്ജ് കമ്മിറ്റിയിൽ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഫുഡ് വേണോ വേണ്ടേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്താണ് സംഗതി? അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക്സ് എടുക്കുകയാണ്, എത്ര ആൾക്ക് ഫുഡ് ആവശ്യമുണ്ടെന്നുള്ളതാണ് ശരിക്കും ഹജ്ജ് കമ്മിറ്റി ഇപ്പോൾ അതേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ അത് പറ്റുമെങ്കിൽ ഫുഡ് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം എത്ര ഹാജിമാർ അത് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ എൻ്റെ തീരുമാനമെടുക്കും. പിന്നെ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പിന്നെ പ്രാദേശിക ഫുഡുകളൊക്കെ കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട്. അപ്പോൾ പലരും പല സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്, കേരളീയ ഭക്ഷണം കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ. അതെല്ലാം പരിഗണനയിലാണ്. ഇപ്പോൾ ഒരു സ്റ്റാറ്റിക്സ് എടുക്കാൻ മാത്രമേ ഉള്ളൂ, എത്ര പേർക്ക് ഇതിന് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിച്ചുള്ളൂ. ഹജ്ജിന് പോകുമ്പോൾ അവിടുത്തെ ഈ സൗദി ഫുഡൊക്കെ പ്രത്യേകിച്ചും ഹദിയൊക്കെ കിട്ടും. അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൊടിയരിക്കഞ്ഞിയും ഒരു ചമ്മന്തിയും ഒക്കെ കിട്ടാനുള്ള താല്പര്യമുണ്ട്. കാണുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ സംഘടനകളൊക്കെ മിനയിലൊക്കെ കഞ്ഞിയൊക്കെ വിതരണം ചെയ്യുമ്പോൾ ആ കഞ്ഞി കുടിക്കുമ്പോഴൊരു സംതൃപ്തി അത് വിവരിക്കാൻ പറ്റാത്തതാണ്. നമുക്കിനി ഹജ്ജ് നറുക്കെടുപ്പ് കഴിഞ്ഞു, അവർ പണം അടച്ചുകൊണ്ടിരിക്കുന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് രേഖകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഒന്ന് ഹജ്ജ് കമ്മിറ്റിയുടെ പ്രധാനമായ അജണ്ടകളിലൊന്ന് ക്ലാസ് എടുക്കുക, ടെക്നിക്കൽ ക്ലാസ്. മതപരമായ ക്ലാസ്സുകൾ പിന്നെ ഹജ്ജ് കമ്മിറ്റി പിന്നെ എടുക്കാറില്ല, അല്ലാതെ സാങ്കേതിക പഠന ക്ലാസ്സുകളാണ്. സാങ്കേതികം അതിൽ കർമ്മപരമായിട്ടുള്ള ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. പിന്നെ അതിൻ്റെ മറ്റു ഡീറ്റെയിൽ ആയിട്ട് മതപരമായ വീക്ഷണങ്ങൾ, കാരണം വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളുണ്ടാവാം, അതിനെ സംബന്ധിച്ചൊക്കെ. പക്ഷേ അതിൻ്റെ മൊത്തത്തിലുള്ള കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഇൻ്റർനാഷണൽ യാത്രയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ലഗേജ് സംബന്ധിച്ചും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം, പിന്നെ താമസം സംബന്ധിച്ചും അവിടെ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ വിശദമായിട്ട് പറയും. മിന, മുസ്ദലിഫ, അറഫ എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഒക്കെ തന്നെയാവും. ക്ലാസ്സുകൾ എങ്ങനെയാണ് എടുക്കാറ്? ആരാണ് എടുക്കുക? ക്ലാസ്സുകൾ നമ്മൾ ഫാക്കൽറ്റിമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ഇതിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഫാക്കൽറ്റിമാരുണ്ട്. അതിന് രംഗസജ്ജീകരണം ഒരുക്കേണ്ടത് ട്രെയിനേഴ്സാണ്. അത് പിന്നെ ഓഡിറ്റോറിയമൊക്കെ അറേഞ്ച് ചെയ്ത് അതിൽ ഹാജിമാരൊക്കെ വിളിച്ചു ചേർത്ത് അങ്ങനെ 3 ഘട്ടങ്ങളിലാണ്, 3 ദിവസങ്ങളിലായിട്ടാണ്, 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ടെക്നിക്കൽ ക്ലാസ് എടുക്കാറ്. അത് നല്ല ഓഡിയോ വിഷ്വൽ സംവിധാനമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ നല്ല ഭക്ഷണം, ഒരു അതുകൂടി ഹാജിമാരൊരു ഗെറ്റ് ടുഗദറായിട്ടും കൂടിയാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം അവർ മാനസികമായിട്ടുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയായിട്ടും കൂടിയാണ് നമ്മളതിനെ കാണുന്നത്. അവർക്കൊന്ന് കാണാനും ഒരുമിച്ചിരിക്കാനും പരിചയപ്പെടാനും, പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് 100 സംശയങ്ങൾ വരും, അത് തീർക്കാനൊക്കെ ഉള്ളൊരു അവസരം കൂടിയാണ്. അതെ. നല്ല വെന്യൂ, അതേപോലെ നല്ല ശബ്ദ സംവിധാനങ്ങളൊക്കെ കൂടിയിട്ടുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ നടക്കാറുള്ളത്. അതെ, ഇപ്രാവശ്യം നമ്മളത് ഒന്നും കൂടി മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ, ഫാക്കൽറ്റിമാരെ ഒന്നും കൂടി ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും, നമ്മൾ ഭക്ഷണമാണെങ്കിലും ഹാളാണെങ്കിലും നല്ല സജ്ജീകരണങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കുറേയും കൂടി സൗകര്യപ്പെടുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നുള്ളത് കുത്തിവയ്പ്പിനെ കുറിച്ചാണ്. പിന്നെ എങ്ങനെയാണത് നടത്തിയിട്ടുള്ളത്? അതെങ്ങനെയാണ് ഹജ്ജ് കമ്മിറ്റി അത് ഓർഗനൈസ് ചെയ്യാറുള്ളത്? കുത്തിവയ്പ്പ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഹെൽത്ത് മിനിസ്ട്രി ഇങ്ങോട്ട് നിർദ്ദേശം കൊടുക്കും, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഫലപ്രദമായിട്ട് ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. ഓരോ PHCയിലും ഓരോ കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ അതിന് ചാർജ് നിശ്ചയിക്കും, DMOമാർക്ക് നിർദ്ദേശങ്ങൾ നൽകും. അങ്ങനെ കൃത്യമായിട്ട് നല്ലൊരു സംവിധാനം ഇതിനു വേണ്ടിയിട്ടുള്ള വാക്സിൻ, പിന്നെ മെനിഞ്ചൈറ്റിസും അതുപോലെ തന്നെ പോളിയോ തുള്ളിമരുന്നുകളും ഒക്കെ തന്നെയാണുള്ളത് കൊടുക്കാറ്. പിന്നെ ഇൻഫ്ലുവൻസ ആവശ്യമുള്ളവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ വളരെ ഒരു നോഡൽ ഓഫീസറെ സ്റ്റേറ്റ് ലെവലിൽ നിയമിച്ചുകൊണ്ട് DMOമാർക്ക് നിർദ്ദേശം നൽകിയുകൊണ്ട് DMOമാർ താഴത്ത് മെഡിക്കൽ ഓഫീസർമാർ അതിനെ വിന്യസിച്ചുകൊണ്ട് പ്രത്യേക ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് വളരെ സൗകര്യപ്രദമായ രീതിയിലാണ്. അത് നമ്മുടെ ട്രെയിനേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള രംഗസജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ എത്തിക്കുന്ന സംവിധാനം വളരെ ഫലപ്രദമായിട്ടാണ് നടക്കുന്നത്. ഈ ട്രെയിനേഴ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യൽ? അവരുടെ റോൾ എന്താണ്? അവർക്ക് ശമ്പളമൊക്കെ ഉണ്ടോ? ട്രെയിനേഴ്സിനെ എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം,
വളരെ താല്പര്യപൂർവ്വമാണ് ട്രെയിനേഴ്സ് വരുന്നത്. അപ്പോൾ പലപ്പോഴും വിചാരിക്കും ഇവർക്ക് ശമ്പളമൊക്കെ ഉണ്ടാവുന്നില്ല, പല പൊതുസമൂഹത്തിൻ്റെ വിചാരം. പക്ഷേ അവർ റിട്ടയർഡ് ഹാൻഡ്സ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും. ഹജ്ജിന് പോയ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് അവരുടെ പ്രധാന ഘടകം. പിന്നെ ഈ പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലും ഒരു സംഘാടന പാഠവും ഇത് നമ്മൾ ഇൻ്റർവ്യൂ ബേസിലാണ് എടുക്കുന്നത്. ഇപ്രാവശ്യം 1200 പേരാണ് ഇൻ്റർവ്യൂവിന് ഹാജരായത്. 3 കേന്ദ്രങ്ങളിൽ വെച്ച് നടന്ന ഇൻ്റർവ്യൂവിൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം അവർ സന്നദ്ധ പ്രവർത്തകരായിട്ട് വരികയാണ് ഹജിമാരെ സേവിക്കാൻ വേണ്ടിയിട്ട്. അത്തരം ആളുകളെ നമ്മൾ 800ഓളം പേരെ സെലക്ട് ചെയ്തിട്ട് കേരളം ഒട്ടുക്ക് വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സ്വാഭാവികമായിട്ടും മലപ്പുറം, കോഴിക്കോട്, പാലക്കാടൊക്കെ കൂടുതൽ ആളുകളുണ്ടാവും. വളരെ സുത്യർഹമായ സേവനമാണ്. അവർ വളണ്ടറി ആയിട്ട് നമുക്ക് അത്ഭുതപ്പെടുത്തും. എന്നെയും കൂടി അതിൽ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്നെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞ് വരുന്ന വളരെ ഒരു ഈ സ്പോൺസർഷിപ്പും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ അവരാണ്. പിന്നെ ഹാളും അറേഞ്ച്മെൻറ്റിനൊക്കെ തന്നെ അവർ മുൻകൈയിട്ട് പ്രവർത്തിക്കും. ഹാജിമാരെ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ തികച്ചും സന്നദ്ധ പ്രവർത്തനം. അത് 800ഓളം പേര് അതിന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ഡെസ്ക്കായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഹജ്ജിൻ്റെ അപേക്ഷ മുതൽ പിടിച്ച് അവസാനം അവരെ ക്യാമ്പിൽ നിന്ന് യാത്ര അയക്കുന്നവർ തിരിച്ചു വരുമ്പോഴും അവർ പലപ്പോഴും ആ രീതിയിലുള്ളൊരു ഈ സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാനൊക്കെ തന്നെ നല്ലൊരു കാര്യമായിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ ഹജ്ജ് ക്യാമ്പിലുള്ള സർവീസ് എടുത്തു പറയുന്ന ഒന്നാണ്. കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ കുളിപ്പിച്ച് വരെ കൊടുക്കും, നഖം വെട്ടി കൊടുക്കും എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വളരെ കറക്റ്റാണ്. നമ്മൾ വാളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യും. ഈ വാളണ്ടിയേഴ്സ് അവർ ഓരോ ഡ്യൂട്ടികൾ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും. അവരത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന അടക്കം അത് നമുക്കൊരു പക്ഷേ നമ്മളതിന് വാളണ്ടിയേഴ്സ് അല്ലെങ്കിൽ കൊട്ടേഷൻ നടപടികളാണ്. അതും ഒരു സൈസ് വാളണ്ടിയർഷിപ്പിലാണ്. വളരെ കുറഞ്ഞ തുകയ്ക്ക് ഭക്ഷണം വിളിച്ചെടുത്തുകൊണ്ട് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് അത് ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു ടീമോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിൽ ബാക്കിയുള്ള തുകയ്ക്ക് അതിലേക്ക് വകയിരുത്താനും, അതുപോലെ തന്നെ നമ്മൾ വളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവരെ ബസ്സിലേക്ക് കയറ്റിയിട്ട് എയർപോർട്ടിലേക്ക് വിടാനും അവരുടെ താമസ സൗകര്യങ്ങളും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നഖം വെട്ടി കൊടുക്കാനും മുടി ശരിയാക്കി കൊടുക്കാനും ഒക്കെ അവർ അത്രയും സന്നദ്ധമായിട്ട്. ഹാജിമാരുടെ സേവനം എന്ന് പറഞ്ഞാൽ ഈ വാളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ക്രേസിയാണ്. അപ്പോൾ ആ രീതിയിൽ വാളണ്ടിയേഴ്സായിട്ട് എന്നെ എടുക്കണം അല്ലെങ്കിൽ എൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ വരും. നമ്മൾ അതും തന്നെ ഒരു ഇൻ്റർവ്യൂ കൂടി ആലോചനയൊക്കെ നടത്തിയിട്ടാണ് ഹജ്ജ് കമ്മിറ്റി എടുക്കാറ്. എന്തായാലും ഈ 3 എംബാർക്കേഷൻ പോയാലും ഇവരുടെ സേവനങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇവർക്ക് കുടിക്കാൻ ഓട്സ് കൊടുക്കാൻ വാളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരെ പോകുമ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടർ മുതൽ പിടിച്ച് ഇവരെ ബാഗേജ് അങ്ങോട്ടും ഇങ്ങോട്ട് എത്തിക്കാനും ഒക്കെ തന്നെ അങ്ങനെ എല്ലാ രീതിയിലുള്ള സേവനങ്ങളും അവരെ കിടന്നുറങ്ങുന്ന അവിടുത്തെ സൗകര്യങ്ങൾ, അവർക്കുള്ള ഭക്ഷണങ്ങൾ, അവർക്ക് മറ്റ് ടോയ്ലറ്റ്സോ ഇതെല്ലാം ഇവർ വളരെ ജാഗ്രതയോടെ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന കാര്യമാണ്. ഒരു അതിശയകരമായ സേവനമാണ്. അതിന് എനിക്ക് തോന്നുന്നത് ഹാജിമാർ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അവർക്ക് സേവനം ചെയ്യുന്ന അത്ര പുണ്യമുള്ള ഒരു അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര വയസ്സായ ആളുകളും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂസാജി കോഴിക്കോട് മരിച്ചു. അദ്ദേഹം ഇവിടെ കോഴിക്കോട് വത്തക്ക ജ്യൂസും വെള്ളം വരുന്ന ഹാജിമാർക്കും അവരെ യാത്ര അയക്കാൻ വരുന്നവർക്കും അദ്ദേഹത്തിൻ്റെ വകയാണ്. അത് മുഴുവൻ അതിൻ്റെ ചിലവുകളൊക്കെ വഹിച്ചുകൊണ്ട് അതെനിക്ക് ഇപ്രാവശ്യം അത് ഞാനാണ് ചെയ്യുക, വേറെ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു വരുന്ന രീതിയിൽ അതൊരു വാളണ്ടിയർഷിപ്പാണ്, സ്പോൺസർഷിപ്പാണ്. അദ്ദേഹം തന്നെ 2-3 ആളുകളെ ജോലിക്കാരൊക്കെ ഏർപ്പാടാക്കിയിട്ട് അത് ചെയ്യുന്ന രീതി. അങ്ങനെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ. കാരണം ഇവർക്ക് സേവനം ചെയ്യാൻ വരുന്നവർക്ക് ഓട്സ് കൊടുക്കാൻ അതും തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മുസാജിൻ്റെ ഒരു ടീമിനെ കൊണ്ട് അങ്ങനെ ഇവിടെ മാത്രമല്ല കണ്ണൂരുണ്ട്, നെടുമ്പാശ്ശേരി ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് സേവന സന്നദ്ധരായിട്ടുള്ള ആളുകൾക്കും ഭക്ഷണം കൊടുക്കാനും അത് എത്തിച്ചു കൊടുക്കാനും അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയമല്ല. ഈ സേവന രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ആളുകളുണ്ട്. മിക്കവാറും ഹാളുകളൊക്കെ മിക്കതും ഫ്രീ ആയിട്ട് കൊടുക്കാറാണ് അവരെല്ലാ സംവിധാനങ്ങളും. തീർച്ചയായിട്ടും അപൂർവം ചിലർ ക്ലീനിങ്ങിൻ്റെ മറ്റേ ചെറിയ ചാർജ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അതെ അതെ. ഭക്ഷണത്തിൻ്റെ സ്പോൺസർഷിപ്പും അതേപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു മൊത്തത്തിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു പണി മാത്രമാണ് കാര്യമായിട്ട് ഹജ്ജ് കമ്മിറ്റിക്ക് വരാറുള്ളത്. ഫാക്കൽറ്റികളാണെങ്കിലും അതേപോലെ ട്രെയിനേഴ്സ് ആണെങ്കിലും വളണ്ടറി വർക്ക്. ഒരു സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ എന്നുള്ള ഒരു തസ്തിക കൂടിയുണ്ട്. ഈ ട്രെയിനർമാരുടെ സേവനം
ഏതാണ്ട് ഈ റിലേയിൽ ബാറ്റൺ കൈമാറുന്നത് പോലെ ട്രെയിനർമാർ SHIക്ക് കൈമാറുന്നതാണ്. ഈ SHI എന്താണ് അവരുടെ ഒരു സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ 150 ഹാജിമാർക്ക് ഒരാൾ എന്നുള്ള നിലക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഇവരെ എല്ലാ കാര്യങ്ങളും നോക്കാനും യാത്രയിൽ അനുഗമിക്കാനും അവരുടെ കൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനും ഒക്കെ തന്നെ ഒരാളെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുന്നുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റി ആണെങ്കിലും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ആണെങ്കിലും ഈ ഹാജിമാർ ഗവൺമെൻറ്റിൻ്റെ ഒരു അതിഥികളായിട്ട് കൂടിയാണല്ലോ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ അവരെ അനുഗമിക്കാൻ 150 പേർക്ക് ഒരാൾ എന്നുള്ളത്. നമുക്കിപ്പോൾ കേരള ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് 108 പേരാണ് ഇത്തരത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സെലക്ട് ചെയ്ത് വിട്ടത്. അതും ഒരു സെലക്ഷൻ പ്രോസസ്സ്, അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അവർ ഹജ്ജ് ഉംറ നിർവഹിച്ചവരാവണം, അവർ 50 വയസ്സിന് താഴെയുള്ളവരാവണം, അവരൊരു എക്സാമുണ്ട്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, അത് പാസ്സാവണം. ഹജ്ജിൻ്റെ ചില കാര്യങ്ങളും നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതും പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ പുതിയ വാർത്താ നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യമാണ് അതിൽ നോക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളെയാണ് നമ്മൾ SHIമാരായിട്ട് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരായിട്ട് വിടുന്നത്. എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യത്തെ ആളുകളെ സംബന്ധിച്ചുള്ള പ്രതികരണം വളരെ നല്ല, അവരെല്ലാ കാര്യങ്ങളും നോക്കി നടത്തി. ഓരോ ഹാജിമാരും നമ്മുടെ SHIമാരിൽ സംതൃപ്തി രേഖപ്പെടുത്തി. നമ്മൾ SHIമാർ കേന്ദ്രത്തിൽ നിന്ന് വിടുന്ന അഥവാ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് വിടുന്നവർ കൂടി ഒരു മാതൃകയാണ്. കാരണം പലപ്പോഴും പറയും കേരളത്തിലെ ഹജ്ജ് ഇൻസ്പെക്ടർമാർ പ്രവർത്തിക്കുന്ന ആ മാതൃകയിൽ പ്രവർത്തിക്കണം. കാരണം അവർ കൂടെ തന്നെ നിൽക്കും. ചില സ്റ്റേറ്റുകളിൽ നിന്ന് ചിലപ്പോൾ കൂടെ നിന്നോളുന്നില്ല. ഒരു ഹജ്ജിന് പോകുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇവിടുന്ന് ആണ് പോകുക എന്നുള്ളതും അപൂർവമായിട്ട് അങ്ങനെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ആളുകൾ, നമ്മളെ ഹജ്ജ് ഇൻസ്പെക്ടർമാർ കൂടെ തന്നെ അവരെല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ 150 പേർക്ക് ഒരാൾ എന്നുള്ള നിലക്ക് നമ്മൾ ഇത്തരം ആളുകളെ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പിൽ നിന്ന് ഇവർക്ക് കൈമാറിക്കൊണ്ട് അവരെ ഫ്ലൈറ്റിലും അതുപോലെ തന്നെ താമസ സ്ഥലത്തും ഹജ്ജിൻ്റെ എല്ലാ പ്രവർത്തനവും അവർ കൂടെ ഉണ്ടാവും തിരിച്ചിവിടെ എത്തുന്നവരെ. അവരിപ്പോൾ തിരിച്ചു വന്നുകൊണ്ട് സംഗമങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ സംഗമങ്ങൾ, അത്രയും ഒരു സ്നേഹബന്ധം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ 65+ ഉണ്ടെങ്കിൽ ഒരു കമ്പാനിയൻ ഉണ്ട്. അതെ. അതേപോലെ കുത്തിവയ്പ്പ് കാര്യങ്ങൾ, ക്ലാസ്സുകളൊക്കെ ഹജ്ജ് കമ്മിറ്റി ഇടപെട്ട് നടത്തുന്നു. എങ്കിലും അവർ സ്വന്തമായി ചെയ്യേണ്ട ചില സംഗതികളുണ്ടാവും, ചില പ്രാക്ടീസുകൾ. അത് ഒന്ന് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഇപ്പോൾ 25 കിലോമീറ്റർ വരെയൊക്കെ നടക്കേണ്ടി വരും. ഓക്കെ അതിൽ ഓക്കെ ഇതിൽ നമ്മുടെ ഹാജിമാരിൽ 65 അബോ ഉള്ള ആളുകൾക്ക് പ്രധാനപ്പെട്ട് വരുന്ന 2-3 ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ഹജ്ജ് കമ്മിറ്റി നേരത്തെ തന്നെ നിർദ്ദേശം നൽകും നടത്തം ശീലിക്കണമെന്ന്. കാരണം ഹജ്ജിനോടനുബന്ധിച്ച് ധാരാളം നടത്തങ്ങൾ മിന, മുസ്ദലിഫ, ജംറയിലേക്ക് അങ്ങനെയുള്ള നടത്തങ്ങൾ ധാരാളം വരും. അപ്പോൾ നടത്തം പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിനോദ് സാറാണ് നടത്തത്തിൻ്റെ പരിപാടി തന്നെ ഇവിടെ നമ്മൾ ട്രെയിനേഴ്സിനൊക്കെ തന്നെ വാളണ്ടിയേഴ്സിനൊക്കെ തന്നെ അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് നടത്തം. മറ്റൊന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പരിശീലനം കൊടുക്കുന്നുണ്ട്. കുറച്ച് വയസ്സായ ആളുകൾക്ക് ചിലപ്പോൾ അത് വേണ്ടത്ര മൊബൈലിൽ ലൊക്കേഷൻ വഴങ്ങാത്ത ആളുകളുണ്ടാവും. പക്ഷേ അതൊന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം എവിടെയെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആളെ കണ്ടെത്താനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശയവിനിമയം നടത്താനും ഒക്കെ സൗകര്യപ്പെടുത്താം. അങ്ങനെ 2-3 കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട്. പിന്നെ ഈ ലിഫ്റ്റ് പോലത്തെ ഉപയോഗിക്കാൻ, പലപ്പോഴും ലിഫ്റ്റ് ഉപയോഗിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകും. കാരണം സാധാരണ ഗതിയിൽ എസ്കലേറ്റർ, ലിഫ്റ്റൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു പരിശീലനം അവർ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ലിഫ്റ്റ്, എസ്കലേറ്റർ, അതേപോലെ നടത്തം ഇതിൻ്റെ ഭാഗമാണ്. ആരോഗ്യം വേണം എന്നുള്ളതൊക്കെ തന്നെ കണക്ക് കൂട്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ലൊക്കേഷൻ ആളുകളെ മിസ്സാവാതിരിക്കാനും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും അവർ സ്വന്തം രീതിയിൽ പരിശീലിച്ചെടുക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹജ്ജിന് സെലക്ഷൻ കിട്ടി, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവരെ ട്രെയിനർമാരുടെ സേവനങ്ങൾക്കൊക്കെ ശേഷം SHIക്ക് കൈമാറുന്നു. അവർ എംബാർക്കേഷൻ പോയിന്റുകളിൽ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മിക്കവാറും 24 മണിക്കൂർ മുമ്പ് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടുന്ന് നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിന് മുമ്പ് തന്നെ ഇവർ ഫോൺ വഴി ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് ചാർജില്ല 150 ആളുകളായിട്ട് ആദ്യം തന്നെ അവർ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാവും. പിന്നീട് എയർപോർട്ടിൽ പോകുന്നു, ഇവരെ കൊണ്ടുപോകുന്നു. SHI കൂടെ ഉണ്ടാകുന്നു, സ്റ്റാഫും കുറച്ച് കാര്യങ്ങൾ അവരൊക്കെ കൂടെ ഉണ്ടാകുന്നു. അവർ പോകുന്നു, അവിടെ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ഉള്ള കാര്യങ്ങൾ, താമസം, അതേപോലെ എങ്ങനെയാണ് അവിടേക്ക് എത്തിക്കുന്നത്, അതേപോലെ ഏറ്റവും എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് ഭക്ഷണത്തിൻ്റെ കാര്യം.
അപ്പോൾ അസീസിയയിലൊക്കെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? അതിൽ ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഫ്ലൈറ്റ് അലോട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ അവിടെ താമസ സൗകര്യത്തിനുള്ളതും ഹജ്ജ് സുവിധ ആപ്പുകളിലൊക്കെ തന്നെ ആ കാര്യങ്ങൾ അവിടെ പിന്നെ ഇതിലേക്ക് സൗദിയുടെ സോഫ്റ്റ്വെയറിലടക്കം ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ട് ഇവിടെ നിന്ന് പിന്നെ വിമാനത്തിൽ കയറുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എവിടെയാണ് താമസം, ഏത് റൂമാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അവിടെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ കൃത്യമായിട്ടുണ്ട്. മെട്രോയിൽ പോകുന്നതുകൊണ്ട് അല്ലാത്ത രീതിയിലും ബസ്സും അതെ, അസീസിയയിലേക്ക് മിക്കവാറും അസീസിയയിലേക്കാണ് താമസം. അപ്പോൾ ആ രീതിയിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. നമ്മൾ ആദ്യഘട്ട പോയ SHIമാർ ഇവരെ സ്വീകരിക്കും, ജിദ്ദ എയർപോർട്ടിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുക. പിന്നെ ഹജ്ജ് മിഷൻ്റെ ആളുകളുണ്ട്, ഹജ്ജ് മിഷൻ്റെ സ്റ്റാഫുകളുണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ് ഡെപ്യൂട്ടി ചെയ്യുന്ന ആളുകളുണ്ട്, ഹജ്ജ് ഓഫീസേഴ്സും മറ്റൊക്കെ ഉണ്ട്. ഏതായാലും അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ താമസ സ്ഥലത്തേക്ക് എത്തും. ലഗേജും തന്നെ കൃത്യമായിട്ട് എത്തും. ലഗേജൊക്കെ തന്നെ ആ രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ഏത് റൂമിലേക്കാണ് എത്തിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് പോകും. അപ്പോൾ ലഗേജും അത് റൂമിൻ്റെ കാര്യം പിന്നെ അവിടെ നേരത്തെ തന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി എഗ്രിമെൻറ്റ് വെച്ച റൂമുകൾ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഹജ്ജ് എൻ്റെ ആപ്പിൽ ഏത് റൂമാണ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ റൂമിലേക്ക് ലഗേജും മറ്റും എത്തിക്കും. പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഹജ്ജ് മിഷൻ ഏർപ്പെടുത്തിയ ഉണ്ടാവും. ഹറമിലേക്ക് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനികളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ മിനയിലേക്കും ഒക്കെ പോകാനുള്ള ഏർപ്പാടുകൾ തന്നെ ചെയ്യും. ആ രീതിയിലാണ്. അവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. 4-5 പേർക്ക് താമസിക്കാവുന്ന റൂമുകളും അതിൽ 5-8 റൂം 4-5 റൂമുകൾക്ക് കൂടിയിട്ട് ആവറേജ് 25 പേർക്ക് ഒരു കിച്ചൺ എന്നുള്ള നിലക്കുള്ള സൗകര്യം, ഒരു പൊതു കിച്ചൺ അവർക്ക് ഈ 4-5 റൂമുകൾക്കുള്ള ഒരു പൊതു കിച്ചൺ. അപ്പോൾ നമ്മൾ ഇവർ കൊണ്ടുപോകുന്ന ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്യാവുന്ന രീതിയിലാണ് ഇതുവരെയുള്ള കൺസെപ്റ്റ്. ഇപ്രാവശ്യം ഇനി അത് പൂർണ്ണമായിട്ടും തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പിൽ ധാരാളം ഭക്ഷണങ്ങൾ പിന്നെ പല ആളുകളും പിന്നെ ഭക്ഷണങ്ങൾ എത്തിക്കുന്ന രീതികളും ഉണ്ട്. ഞങ്ങൾ താമസിച്ചിരുന്ന 2017 ഹജ്ജിന് പോയപ്പോൾ ഓരോ ദിവസവും ഓരോ റൂമിലും ആ റൂമിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടോ അത്രയും പഴങ്ങളുടെ കിറ്റുകൾ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഹജ്ജ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സൗദി ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ആവുന്നതാണ്. പക്ഷേ ആ കെട്ടിടമുടമയുടെ ഒരു ഹദിയായിരുന്നു അവസാനം മനസ്സിലായത്. കെട്ടിടമുടമ കൊടുക്കുന്നുണ്ട്, അവിടെയുള്ള സംഘടനകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, വ്യക്തികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പല രീതിയിലുമായിട്ട് കുറേ ആളുകൾക്ക് ആ രീതിയിൽ തന്നെ നല്ല ഫുഡ്, പലപ്പോഴും ഭക്ഷണം പാകം ചെയ്യേണ്ട ആവശ്യം വരാറില്ല എന്നാണ് പോയ ആളുകളുടെ ഒരു പൊതുവായ അനുഭവം. എനിക്ക് തോന്നുന്നത് ഒരു അറേബ്യൻ ഫുഡൊക്കെ കഴിച്ച ശീലമുള്ള ആൾക്കാർക്ക് വളരെ കിച്ചണിൽ കയറേണ്ട ആവശ്യം വരില്ല. അതെ, വളരെ നല്ല. ഇപ്പോൾ പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കേരളീയ ഭക്ഷണത്തിനായിട്ട് പ്രത്യേകിച്ച് കഞ്ഞി ഒക്കെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ. അത് മാത്രമാണ് ഇപ്പോൾ അതിൽ നടക്കാത്ത കാര്യം ആയിട്ടുള്ളത്. അത് തന്നെ സംഘടനകൾ ഒക്കെ പിന്നെ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവനവൻ്റെ സ്വന്തം രീതിയിൽ പിന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഏതായാലും ഇപ്രാവശ്യം അതിന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് ആയിട്ടില്ല. പൊതുവേ നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയി അതുപോലെ ഫുൾ ടൈം AC ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു റൂമിൽ താമസിക്കുമ്പോൾ അസുഖങ്ങൾ, ചുമ, അതേപോലെ ജലദോഷം, അങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഹജ്ജ് കമ്മിറ്റി ഇത്തരം അസുഖങ്ങൾക്കും രോഗങ്ങൾക്കും ഒക്കെ എന്താണ് ചികിത്സാ സംവിധാനം ചെയ്യുന്നത്? ഹജ്ജ് മിഷൻ വളരെയധികം സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഹജ്ജ് മിഷൻ്റെ കെയർ ഓഫിൽ അവിടെ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും അഡ്മിറ്റ് അടക്കം ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലുകൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൺസുലേറ്റിൻ്റെ ഒക്കെ വകയായിട്ട് ഹജ്ജ് മിഷൻ എന്നുള്ള രീതിയിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കെട്ടിടത്തിലോ തൊട്ട കെട്ടിടത്തിലോ ഒക്കെ തന്നെ ക്ലിനിക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ക്ലിനിക്കിൽ ചെന്നുകൊണ്ട് പിന്നെ ഡോക്ടറെ കണ്ടുകൊണ്ട് അത്തരം സേവനങ്ങൾ നമ്മൾ ഡോക്ടേഴ്സിനെയും പ്രത്യേകമായിട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെയും കേന്ദ്ര ഹെൽത്ത് മിനിസ്ട്രിയുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ അവിടെ എത്തിക്കുന്നുണ്ട്. ഡോക്ടേഴ്സിനെയും പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ അവിടെ എത്തിക്കുന്നുണ്ട്. എക്സ്റേ എല്ലാ സംവിധാനങ്ങളുള്ള വിപുലമായ സംവിധാനമാണ്. ഇനി അതിൽ നിന്നൊന്നും കഴിയില്ലെങ്കിൽ സൗദി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും ഒക്കെ സൗജന്യമായിട്ടുള്ള സേവനമാണ്. ഈ ഹജ്ജിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാണ് അത്. സൗദി ഗവൺമെൻറ്റിൻ്റെ സംവിധാനമുണ്ട്. നമ്മൾ ഹജ്ജിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സൗജന്യമായിട്ട് ലഭിക്കും. അത് ധാരാളം ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ബലിയർക്കൽ ആദാഹി, അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് പറയേണ്ടത്?
ഒന്ന് പറയാം. അത് ഇവിടെ തന്നെ പിന്നെ ഹജ്ജിന് അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ അതായി ഓപ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതായി വേണോ വേണ്ടതെന്നുള്ളത് നമുക്ക് പിന്നെ അപേക്ഷയിൽ തന്നെ ഓൺലൈനായിട്ട് കാണിക്കാൻ കഴിയും. അല്ലാത്തവർക്ക് അവിടെ പോയിട്ടും ഹജ്ജ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സൗകര്യങ്ങൾ കൗണ്ടറുകൾ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പലപ്പോഴും അതിനുള്ള പ്രാക്ടീസുകൾ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അത് ഒഴിവാക്കുകയാണ് നല്ലത്. എന്തായാലും വലിയ സൗകര്യങ്ങൾ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും അവിടെ സൗദിയിലും അതിൻ്റെ സംവിധാനങ്ങൾ ഹജ്ജ് മിഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. തട്ടിപ്പിന് സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കണം എന്നർത്ഥം. കാരണം പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് എമൗണ്ട് വാങ്ങിച്ചിട്ട് അത് അവർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. അതിന് പല രീതിയിലുള്ള തട്ടിപ്പും ആ രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഹജ്ജിന് അവിടെ എത്തുന്നു, റൂമിൽ കയറുന്നു, ആവശ്യത്തിന് മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതേപോലെ ഹറമിലേക്കും തിരിച്ചുമൊക്കെ വാഹനങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങുകൾ പറയുമ്പോൾ മിനയിലേക്കുള്ള പോക്ക്, അറഫയിലെ സംഗമം, അതേപോലെ മുസ്തലിഫയിലുള്ള രാപ്പാർക്കൽ, പിന്നീട് ജംറയിലേക്കുള്ള യാത്ര, കല്ലേറൊക്കെയാണ്. അതിന് എങ്ങനെയാണ് സംവിധാനങ്ങൾ, ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയുക? അത് എല്ലാം അവിടെ സ്വച്ഛന്മാർ മുഖേന പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹജ്ജ് മിഷൻ്റെ ആളുകളുണ്ട്. ഹജ്ജ് ഇൻസ്പെക്ടർമാർ, ഹജ്ജ് ഓഫീസേഴ്സ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് 8ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് ട്രാൻസ്പോർട്ടേഷന് പ്രത്യേക സംവിധാനമുണ്ട്, ചികിത്സയ്ക്ക് പ്രത്യേക വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരും ആ ടീമും കേരളത്തിൽ നിന്ന് വരുന്ന SHIമാരും കൂടി യോജിച്ചുകൊണ്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിലൊക്കെ അറിയിപ്പ് കിട്ടും. അവർ മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മൂവ്മെൻറ്റിന് തന്നെ ഒരു പ്രത്യേക സംവിധാനമുണ്ട്. മിനയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് അങ്ങനെ എല്ലാ മൂവ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ജംറയിലേക്ക് ഉള്ള അതിനൊക്കെ ടൈമുകളൊക്കെ തന്നെ നേരത്തെ ഏർപ്പെടുത്തിക്കൊണ്ട് കഴിയും. അപ്പോൾ ആ രീതിയിലാണ് മൂവ്മെൻറ്റ്. അതേപോലെ തന്നെ റൂമിൽ നിന്ന് മിനയിലേക്ക് വരാൻ ഒക്കെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അത് കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് ആ അറിയിപ്പിനനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത്. അത് പ്രയാസമില്ലാതെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഓരോ പോയിന്റിലും എത്ര സമയത്ത് വാഹനം വരും, ഏത് സമയത്ത് റെഡിയായിരിക്കണം എന്ന് നമുക്ക് മുൻകൂട്ടി അറിയിപ്പ് കിട്ടും. റെഡിയായി നിന്നാൽ മതി, നമ്മൾ അങ്ങോട്ട് എത്തിക്കും. ഒരു ചിലപ്പോൾ സമയത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. കാരണം ട്രാഫിക് ജാമോ മറ്റോ മറിച്ചൊക്കെ ആയിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരും. എങ്കിലും പിന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഇപ്രാവശ്യം വളരെ സ്മൂത്തായിട്ട് പോയിട്ടുണ്ട്. സമയത്തിൽ ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മദീനയിലേക്ക് പോകാനുള്ള ഒരവസരം കൂടി ഉണ്ടാവും. അതെ മദീനയിൽ ഏകദേശം 10 ദിവസങ്ങൾ പിന്നെ ചിലവഴിക്കാനുള്ള അവസരങ്ങളും അവിടെ സിയാറത്ത് ചെയ്യാനുള്ള കാര്യങ്ങളും അവിടെ പിന്നെ ഹോട്ടൽ സംവിധാന മോഡലിലാണ് കാര്യങ്ങളുള്ളത്. റൂം സൗകര്യങ്ങൾ ഉണ്ട്. അവിടെ തന്നെ ഹറമിൻ്റെ പരിസരത്ത് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ താമസിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഭക്ഷണം ഒരു ഹോട്ടൽ രീതി, അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല. അതൊരു ഹോട്ടൽ സംവിധാനത്തിൽ ഉള്ളൊരു കാറ്ററിംഗ് രീതിയാണ്. അത് റൂമിലേക്ക് സപ്ലൈ ചെയ്യില്ല, പോയിട്ട് കഴിക്കുന്ന രീതിയാണ് ഉള്ളത്. പൊതുവേ പറയുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ, ട്രെയിനിങ്ങുകളിൽ, അറേഞ്ച്മെൻറ്റ്സിൽ ഒക്കെ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്കൊരു തീർച്ചയായിട്ടും മാതൃകയാണ്. ഇപ്രാവശ്യം നമുക്ക് CEO ഒരു മലയാളി IAS കാരൻ സാർ കൂടിയാണ്. എന്താണ് അതിനെക്കുറിച്ച് ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ പറയാനുള്ളത്? ഞാൻ പിന്നെ ബോംബെയിലൊക്കെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ പല മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രശംസനീയമായ പല രീതികളും അവർ പിന്നെ എടുത്തു പറയാറുണ്ട്. ഒന്ന്, നമ്മുടെ ട്രെയിനേഴ്സ് സംവിധാനം, 800ഓളം പിന്നെ വളണ്ടറി വർക്കേഴ്സ് പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നത്, അവർ ക്യാമ്പുകൾ പിന്നെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതൊക്കെ തന്നെ അതൊന്നും മറ്റു സ്റ്റേറ്റുകളിൽ വേണ്ടത്ര ഇല്ല. അതുപോലെ തന്നെ അതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്, ഇതൊക്കെ തന്നെ അതേമാതിരി നമ്മൾ SHIമാരുടെ ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ സേവനം, ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ വളരെ ഇൻവോൾവായിട്ട് പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ജാഗ്രതയോടെ ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പ്രത്യേകത. അത് വളരെയധികം നല്ല രീതിയിൽ, കാരണം അവിടെയൊക്കെ തന്നെ ഒരുക്കങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടാകും എന്നുള്ളത് പലപ്പോഴും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും അതിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ കേരള മോഡൽ എടുക്കണം എന്നുള്ളത് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു നല്ല മോഡലായിട്ടാണ് അവർ കാണുന്നത്. നമുക്ക് അഭിമാനമുണ്ട്. സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ഒരു പണത്തൊക്കെ മുന്നിലാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു ചുവട് മുന്നിലാണ് എപ്പോഴും. നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തൽക്കാലയോടെ അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചർച്ചയിൽ വന്നു. മുന്നൊരുക്കങ്ങൾ, അതേപോലെ ക്ലാസ്സുകൾ, കുത്തിവയ്പ്പുകൾ, യാത്രകൾ, സേവനങ്ങൾ ഒക്കെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒന്ന് പരാമർശിച്ച് പോയിട്ടുണ്ട്. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ കൂടെയുള്ള അതിഥി സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് സാറാണ്. അദ്ദേഹത്തിന് ടീം പീസ് റേഡിയോയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.